സിംസിംബ്ലാഷിന്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് ആക്റ്റീവ് പ്ലാനറ്റ്. നമ്മൾ ആക്റ്റീവ് പ്ലാനറ്റിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫാമിലീനെ മുകളിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു അകലെ നമുക്ക് പാർക്ക് ചെയ്യേണ്ടി വരും. അവരുടെ ഒരു ഓട്ടോ സർവീസ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരാൻ കുറേ സഞ്ചരിക്കേണ്ടി വരും. അവിടെ നമ്മളൊരു തെങ്ങുംതോപ്പ് ആ ഒരു ഭാഗത്താണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു പോയിന്റാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ആക്റ്റീവ് പ്ലാനറ്റിൽ തന്നെ കയറുമ്പോൾ നമുക്കൊരു ബാൻഡ് പോലെ തന്നെ ഇത് ഫാമിലി പാക്കേജ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു 500ന്റെ ഒരു പാക്കേജും പിന്നെ 3 അഡൽസിൻ്റെ ആണ്. അപ്പോൾ 3 to 14 വയസ്സ് വരെ 200 ആണ്. വേണമെങ്കിൽ ഫുൾ പാക്കേജ് എടുക്കാം, നിങ്ങൾക്ക് 500 ആണ്. അല്ലാത്തത് 120 ആണ്. പിന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ ഫ്രീ. 0 to 36 months ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആണ്. നമ്മളിവിടെ കയറാൻ നിന്നപ്പോൾ ഇവിടെ 10 മണിക്ക് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 11:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ കുറേ റൈഡ്സ് ഉണ്ട്, 40ന് മുകളിൽ കുറേ റൈഡ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ റൈഡ്സ് ഉണ്ട്. ഈ ഒരു കൺസ്ട്രക്ഷൻ JCBയിൽ എനിക്ക് കയറുമ്പോൾ ആദ്യം ഒരു ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്കൊന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ കുറേ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം എനിക്ക് നല്ലതായിട്ട് കിട്ടിയില്ല, ടയറൊക്കെ ഒന്ന് മറിഞ്ഞുപോയി. അപ്പോൾ ഭയങ്കര ഫണ്ണായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു റൈഡിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കയറണം. ഇത് ബുൾഡോസർ പാർക്കാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണും. മസ്റ്റായിട്ട് കയറിയിരിക്കും ഗൈസ്. നല്ലൊരു ഫൺ റൈഡാണ്. അപ്പൊ ഞാനൊരു JCB റൈഡിൽ കയറിയതിന് ശേഷം പല ഞാൻ റൈഡ്സിലും കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ഞാൻ കയറിയെന്ന് പറഞ്ഞാൽ വേറെ റൈഡ്സിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഫാൻ ഉണ്ട്, അത് പല സ്ഥലത്തും ഇങ്ങനെ കറങ്ങി ഇട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചൂടായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഒരു തണുപ്പാണ്. പിന്നെ അവിടെ ഒരു കാഫറ്റീരിയ ഉണ്ട്. വെജ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ്. വെജിന് 90 rupees പിന്നെ ചിക്കൻ ബിരിയാണിക്ക് 140 rupees ആണ് ചാർജ് ചെയ്യുന്നത്. ഫുഡ് നോട്ട് ബാഡ് എന്ന് പറയാം, ആവറേജ് ഫുഡാണ്. അപ്പോൾ പിന്നെ ഞാൻ കയറിയെന്ന് പറഞ്ഞ ഒരു ട്രെയിനാണ്. ആദ്യം എനിക്ക് പേടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫാസ്റ്റ് ആയിട്ട് തോന്നിയില്ല. ഗൈസ് ഞാനിത് ചെയ്തിരിക്കും. ഇനി ടണലാണ് ഗൈസ്. റോപ്പ് ടണൽ. നിങ്ങളും ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്യണം. ഇത് ആക്റ്റീവ് പ്ലാനറ്റ്. യെസ് ഗൈസ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സിപ്പ് ലൈൻ ആണ്. അപ്പോൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈഡ്സും ഇല്ല. ചെറുതായിട്ടൊരു പേടിയുണ്ട്. സൂപ്പർ റിയലിസ്റ്റിക് എക്സ്പീരിയൻസ് കേട്ടോ. ശരിക്കും അപ്പൊ ഗൈസ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ നമ്മളൊരു പെഡൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ബൈക്കില് നമ്മൾ പെഡൽ എടുക്കുമ്പോൾ അത് പൊങ്ങി നിൽക്കും, നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഒരു ഹോഴ്സിന്റെ ആണ്, അത് നമ്മൾ മണിയടിക്കും. നമ്മൾ കറങ്ങുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ഒരു ആകാശത്തേക്ക് പറന്നു പോയിട്ട് താഴോട്ട് വരുന്ന ഒരു ഫീലിംഗ് ആണ് ഗൈസ്. നല്ല സൂപ്പർ ആയിരുന്നു. അപ്പൊ അതില് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബുള്ളാണ്, അതിനെ നമ്മളിങ്ങനെ കയറുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഈ ആട്ടാൻ ശ്രമിപ്പിക്കും. അത് കറങ്ങും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചു കറങ്ങും. പിന്നെ ഒരു വലിയൊരു സ്ക്രീൻ ഉണ്ട്, ഓഡിറ്റോറിയം. പിന്നെ ടഗാഡ. വൈകിട്ടോടെ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
അപ്പോൾ നിങ്ങൾ ആക്റ്റീവ് പ്ലാനറ്റിലോട്ട് പോണവരാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.